ഹായ് ഫ്രണ്ട്സ്, സാപ്പിഡിയ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. ജൂലൈ മാസം 18 ഇന്ന്. അപ്പോൾ ജൂലൈ മാസം 19 റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമകൾ ഏതൊക്കെയാണെന്നുള്ളതും ഇന്ന് ഓൾറെഡി റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകൾ ഏതൊക്കെയാണെന്നുള്ളതും ആണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. നാളെ ഒരുപാട് സിനിമകളും സീരീസുകളും ഉണ്ട്. ഏകദേശം 17ഓളം റിലീസുകളാണ് നാളെ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. ശരിക്കും പറയാമെങ്കിൽ ഒരു ചാകര തന്നെയാണ്. അപ്പോൾ നമുക്ക് ഏതൊക്കെ സിനിമകളും സീരീസുകളാണ് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഇന്ന് ഏതൊക്കെ സിനിമകളും സീരീസുകൾ റിലീസ് ചെയ്തിട്ടുണ്ട് നോക്കാം. 2 സിനിമകളാണ് ഇന്ന് റിലീസ് ചെയ്തിട്ടുള്ളത്. അതിൽ ഒന്നാമത്തത് മൈ സ്പൈ ദ എറ്റേണൽ സിറ്റി എന്ന് പറഞ്ഞൊരു ഇംഗ്ലീഷ് മൂവിയാണ്. ഒരു ആക്ഷൻ കോമഡി ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ഈ ഒരു സിനിമ ഇംഗ്ലീഷ് ഭാഷ കൂടാതെ തമിഴ്, മലയാളം, കന്നഡ, ഹിന്ദി ഭാഷകളായിട്ട് ആമസോൺ പ്രൈമിൽ ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. അടുത്തതും ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. അർക്കേഡിയൻ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ലാൻഡ്സ്കേപ്പ് OTT പ്ലാറ്റ്ഫോം വഴി തമിഴ്, തെലുങ്ക്, ഹിന്ദി, ഇംഗ്ലീഷ് ഭാഷകളായിട്ട് ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. ശരിക്കും നാളെ റിലീസ് ചെയ്യേണ്ട സിനിമയാണിത്. 19 റിലീസ് ചെയ്യേണ്ട സിനിമയാണ്. ഈ ഒരു സിനിമ ഒരു ദിവസം മുമ്പേ തന്നെ റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 2 സിനിമകളാണ് ഇന്ന് ഓൾറെഡി റിലീസ് ചെയ്തതായിട്ടുള്ളത്. ഇനി നമുക്ക് നാളെ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമകളും സീരീസുകളും ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. അതിൽ ഒന്നാമത്തെ സിനിമ ഒരു തമിഴ് സിനിമയാണ്. റെയിൽ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഒരു ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു തമിഴ് സിനിമയാണ്. ടെൻറ്റുകോട്ട OTT പ്ലാറ്റ്ഫോം വഴിയാണ് ഈ ഒരു സിനിമ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്തതും ഒരു തമിഴ് സിനിമയാണ്. വിദാർത്ഥ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ്. ലാന്തർ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. സിംപ്ലി സൗത്ത് OTT പ്ലാറ്റ്ഫോം വഴിയാണ് ഈ ഒരു സിനിമ തമിഴ് ഭാഷയിൽ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്തൊരു ഡ്രാമ ഹിസ്റ്ററി വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. യങ് വുമൺ ആൻഡ് ദ സീ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ ഒരു സിനിമ ഡിസ്നി+ ഹോട്ട്സ്റ്റാർ വഴി ഇംഗ്ലീഷ് ഭാഷയിൽ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യുന്നതാണ്. അടുത്തൊരു അഡ്വഞ്ചർ ഹൊറർ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഫ്രഞ്ച് മൂവിയാണ്. ദ ഡീപ്പ് ഡാർക്ക് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഫ്രഞ്ച് ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളായിട്ട് ബുക്ക് മൈ ഷോസിലാണ് ഈ ഒരു സിനിമ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യുന്നത്. അടുത്തൊരു സയൻസ് ഫിക് ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ISS എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ജിയോ സിനിമ വഴി ഈ ഒരു സിനിമ ഇംഗ്ലീഷ് ഭാഷയിൽ മാത്രമായിട്ട് ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യുന്നതാണ്. അടുത്തത് ഒരു ഹൊറർ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന നോർവേജിയൻ മൂവിയാണ്. ഗുഡ് ബോയ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. നോർവേജിയൻ ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളായിട്ട് ബുക്ക് മൈ ഷോസ് വഴി ഒരു സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ് രാത്രി 12 മണിക്ക് ശേഷമായിട്ട്. അടുത്ത ഒരു തമിഴ് മൂവിയാണ്. തമിഴ് ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ദ അക്കാലി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആഹാ തമിഴ് വഴിയാണ് ഈ ഒരു സിനിമ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്തൊരു തമിഴ് സിനിമ തന്നെയാണ്. ഒരു തമിഴ് പൊളിറ്റിക്കൽ ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. അഞ്ചാമൈ എന്ന് പറഞ്ഞ സിനിമ. റഹ്മാനും വിദാർത്ഥവും പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ്. സിംപ്ലി സൗത്ത് OTT പ്ലാറ്റ്ഫോം വഴി ഒരു സിനിമ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യുന്നതാണ്. അടുത്തൊരു മലയാള സിനിമയാണ്. ഒരു കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു മലയാള സിനിമയാണ്. വയസ്സെത്രയായി 30 എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. സൈനാപ്ലേ OTT പ്ലാറ്റ്ഫോം വഴി ഈ ഒരു സിനിമ നാളെ ഉച്ചയോടുകൂടി അല്ലെങ്കിൽ നാളെ വൈകുന്നേരത്തോടു കൂടി ഈ സിനിമ റിലീസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അടുത്തത് ഒരു തെലുങ്ക് സീരീസ് ആണ്. ബഹിഷ്കരണ എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു സീരീസ് ആണ്. അഞ്ജലി പ്രധാന വേഷം കൈകാര്യം ചെയ്ത സീരീസ് ആണ്. C5 ഈ ഒരു സിനിമ ഈ ഒരു സീരീസ് ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. റിലീസ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഈ സീരീസിന്റെ മൾട്ടി ലാംഗ്വേജ്, അതായത് മലയാളം അടക്കമുള്ള ഭാഷകളും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തത് ഒരു ഹിന്ദി ഡ്രാമ മിസ്റ്ററി വിഭാഗത്തിൽപ്പെടുന്ന ഒരു സീരീസ് ആണ്. ബർസാക്ക് എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. ഒന്നാമത്തെ സീസണാണ് ഈ ഒരു സീരീസിന്റെ. C5 ഈ ഒരു സീരീസ് ഇന്ന് രാത്രി 12 ശേഷം റിലീസ് ചെയ്യുന്നതാണ്. അടുത്തത് അഗ്നിസാക്ഷി എന്ന സീരീസ് ആണ്. 1 മുതൽ 4 വരെയുള്ള എപ്പിസോഡ് കഴിഞ്ഞ ആഴ്ച റിലീസ് ചെയ്തിരുന്നു. ഇന്ന് രാത്രി 12 ശേഷം 5 മുതൽ 8 വരെയുള്ള എപ്പിസോഡുകൾ ഹോട്ട്സ്റ്റാർ വഴി റിലീസ് ചെയ്യുന്നതായിരിക്കും. തെലുങ്ക് സീരീസ് ആണെങ്കിലും മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷ, കന്നഡ ഭാഷകളായിട്ടായിരിക്കും ഈ ഒരു സീരീസ് റിലീസ് ചെയ്യാം. അടുത്തത് മലയാളത്തിലുള്ളൊരു സീരീസ് ആണ്. നമ്മുടെ സുരാജ് വെഞ്ഞാറമൂട് പ്രധാന വേഷം കൈകാര്യം സീരീസ് ആണ്. നാഗേന്ദ്രൻസ് ഹണിമൂൺസ് ആണ് സീരീസിന്റെ പേര് വരുന്നത്. ഡിസ്നി+ ഹോട്ട്സ്റ്റാർ വഴി ഈ സീരീസ് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യുന്നതാണ്. കാത്തിരിക്കുന്ന ഒരു സീരീസാണ്. കണ്ടിട്ട് അത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മുന്നിലേക്ക് റിവ്യൂ എത്തിക്കാൻ ശ്രമിക്കാം. ഓക്കെ, അടുത്തത് റൊമാൻറ്റിക് കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ഫൈൻഡ് മീ ഫാളിംഗ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. നെറ്റ്ഫ്ലിക്സ് വഴി ഈ സിനിമ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യുന്നതാണ്. അടുത്തൊരു ഫിലിപ്പീനോ മൂവിയാണ്. മോറോ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. 2023 റിലീസ് ചെയ്ത സിനിമയാണ്. ഈ ഒരു സിനിമ നെറ്റ്ഫ്ലിക്സ് വഴി ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യുന്നതാണ്. അടുത്തത് ഒരു സീരീസ് ആണ്. ഒരു കൊറിയൻ സീരീസ് ആണ്. സ്വീറ്റ് ഹോം എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. 3ാമത്തെ സീസണാണ്. ഒരു സയൻസ് ഫിക്ഷൻ ഫാന്റസി ക്രൈം വിഭാഗത്തിൽപ്പെടുന്ന ഒരു സീരീസ് ആണ്. നെറ്റ്ഫ്ലിക്സ് വഴി ഒരു കൊറിയൻ സീരീസ് ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യുന്നതാണ്. റിലീസ് ചെയ്യുന്ന സമയത്ത് മൾട്ടി ലാംഗ്വേജ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്ത നമ്മുടെ മലയാളത്തിൽ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് നമ്മുടെ പൃഥ്വിരാജിന്റെ ആടുജീവിതം എന്ന് പറഞ്ഞ സിനിമ. ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം ഈ ഒരു സിനിമ നെറ്റ്ഫ്ലിക്സ് വഴി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. മലയാള ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷകളായിട്ടായിരിക്കും ഈ ഒരു സിനിമ റിലീസ് ചെയ്യുക. അപ്പോൾ ഇത്രയും സിനിമകളാണ് ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം ജൂലൈ മാസം 19 റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. സിനിമകളും സീരീസുകളാണ്. 17 റിലീസുകളാണുള്ളത്. ഈ ലിസ്റ്റിലെ ഏതൊക്കെ സിനിമകൾക്കും സീരീസുകൾക്കാണ്
നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. പിന്നെ ഒരു സീരീസ് കൂടി റിലീസ് ചെയ്തിട്ടുണ്ട്. നെറ്റ്ഫ്ലിക്സ് വഴി റിലീസ് ചെയ്ത ഒരു സീരീസ് ആണ്, ഒരു ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സീരീസ് ആണ്. ട്രിബുവാൻ മിശ്ര CA ടോപ്പർ എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. അങ്ങനെ തന്നെയാണെന്ന് പ്രൊനൗൺസിയേഷൻ വരുന്നത്, ട്രിബുവാൻ മിശ്ര CA ടോപ്പർ. നെറ്റ്ഫ്ലിക്സിൽ ഈ ഒരു സീരീസ് ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷകളിലായിട്ട് ഇപ്പോൾ മുതൽ അവൈലബിൾ ആയിട്ടുണ്ട് സീരീസ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഈ ഒരു സീരീസ്, ഈ ഒരു ലിസ്റ്റിലെ സിനിമകളും സീരീസുകളും നിങ്ങൾ കണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ കാണാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ കാത്തിരിക്കുന്ന ഏതൊക്കെ എന്നുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും